ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രവും വേദയും കൂടി വിവാഹശേഷം ശങ്കരനാരായണൻ്റെ വീട്ടിലാട്ടോ. അപ്പോൾ മുത്തശ്ശിയുടെ നിർബന്ധപ്രകാരം എല്ലാവരും കൂടി അവരുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ അവരൊരു വാനൊക്കെ പിടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു പാലം, നല്ല ശക്തമായ മഴയും കാറ്റും ഒക്കെ ആയിട്ട് ഒരു പാലം ഇടിഞ്ഞു വീണിട്ട് ആ റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശങ്കരനെ വിളിച്ചിട്ട് അന്വേഷിക്കുന്ന സമയത്ത് അത് ഒരു 24 hours എങ്കിലും ആവും അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുവരെ ആ റോഡിലൂടെ യാത്ര അനുവദനീയമല്ലെന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ് കേട്ടോ. അങ്ങനെ അപ്രകാരം അവര് അടുത്ത് അന്വേഷിച്ചതിന് ശേഷം ഒരു ചെറിയ ലോഡ്ജ് അവിടെ ഉണ്ടെന്ന് അറിയുകയും എല്ലാവരും കൂടി അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് പോവാണ്. അങ്ങനെ അവർ ചെന്നിട്ട് റൂമൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫാമിലി, ഒരു ഭാര്യയും ഭർത്താവും ഒരു കുട്ടിയാണ് അവരുടെ കൂടെ ഉള്ളത്. അവരിങ്ങനെ കെഞ്ചുന്നുണ്ട് അവിടെ റൂം ചോദിച്ചുകൊണ്ട്. എന്നാൽ അവരുടെ കയ്യിൽ ക്യാഷ് ഇല്ല, പകരം കാർഡാണുള്ളത്, അക്കൗണ്ടിൽ പൈസ ഉണ്ട് എന്നിങ്ങനെ പറയാട്ടോ. അപ്പോഴേക്കും വിക്രം അവിടേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എന്താന്ന് കാര്യം ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഇവിടെ UPI പേയ്മെൻറ്റ്സ് ഒന്നും അവൈലബിൾ അല്ല, ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ആയിട്ടില്ല, എന്തായാലും ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്തേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയാട്ടോ. അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ വിക്രമിൻ്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ എടുത്ത് കൊടുത്തിട്ട് അവർക്ക് റൂമൊക്കെ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വേദിയും വിക്രമും എല്ലാം അവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്ന സമയത്ത് 2 റൂം മാത്രമാണ് ഇനി ബാക്കിയായിട്ടുള്ളതെന്ന് പറയുമ്പോൾ അങ്ങനെ ലേഡീസ് എല്ലാം ഒരു റൂമിലും ജെൻസ് എല്ലാം ഒരു റൂമിലുമാണ് കിടക്കാനായിട്ടൊക്കെ ഒരുങ്ങുന്നത്. അപ്പോൾ ശങ്കരനാരായണൻ, ശ്രീകാന്തും വിക്രമും എല്ലാം ഒരു റൂമിലാണ് ഉള്ളത്. അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. വെള്ളവും സ്നാക്സും ഒക്കെ മേടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആദ്യം കണ്ട ആ കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടി പുറത്ത് നിന്നിട്ട് കരയാണ്. അപ്പോൾ എന്താ മോളേന്ന് ഇങ്ങനെ വിക്രം ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് അതെ, എൻ്റെ അച്ഛനും അമ്മയും അവിടെ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക, എനിക്കിപ്പോൾ വിശന്നിട്ട് വയ്യ എന്ന് പറഞ്ഞിട്ട് കുട്ടി കരയാണ്. അപ്പോൾ മോള് വിഷമിക്കണ്ട കേട്ടോ, അങ്കിള് മോക്ക് വിശപ്പിന് എന്തെങ്കിലും മേടിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് വിക്രമാണെങ്കിൽ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒരു ബിസ്ക്കറ്റൊക്കെ വാങ്ങി കൊടുക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ആ കുട്ടിയുടെ അമ്മ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. വന്നിട്ട് ആ കുട്ടി ഇങ്ങനെ കുറേ അടിക്കുകയാണ് കേട്ടോ. ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ച് എറിഞ്ഞു കളഞ്ഞിട്ട് പറയുന്നുണ്ട് കണ്ടവരൊക്കെ തരുന്നതെല്ലാം നീ വാങ്ങിച്ച് കഴിക്കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആ കുട്ടീനെ അടിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോവാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ വിക്രമിന് ഒരുപാട് വിഷമമാവുന്നുണ്ട്. എന്നാൽ ശങ്കരനാരായണനും ഇവരെല്ലാവരും അപ്പോൾ പുറത്തുണ്ട് കേട്ടോ. ശങ്കരനാരായണനാണെങ്കിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയം ശ്രീകാന്ത് വന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, വേദ നീ ഇപ്പോൾ വിക്രമിനോട് പറഞ്ഞേര്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പോകരുതെന്ന്. കാരണം ഞങ്ങളുടെ കുടുംബ മഹിമ ഇവൻ കാരണം നശിച്ചു പോകാൻ പാടില്ല. ഇനി ഇതിൻ്റെ പേരിലൊന്നും നാണം കെട്ട് നടക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അതെ ഏട്ടനൊന്ന് നിന്നേ, ഇപ്പോൾ വിക്രം ചെയ്തത് ഒരു വിശന്നിരുന്ന ഒരു കുട്ടിക്ക് ആഹാരം മേടിച്ചു കൊടുക്കുക, അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു നാണക്കേട് വന്നാൽ അത് ഞാൻ അങ്ങ് സഹിച്ചോളാം എന്നിങ്ങനെ പറയാട്ടോ. അപ്പോഴേക്കും ശ്രീകാന്ത് അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട്. ശങ്കരനാരായണൻ വന്നിട്ട് പറയുന്നുണ്ട്, മോളെ അതങ്ങനെയല്ല, നിനക്കൊരു കുട്ടി ഉണ്ടാവുമ്പോൾ ഒരു അറിയാത്ത ഒരാൾ വന്നിട്ട് അവൾക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെടുക, അത് തന്നെ ഇവിടെ സംഭവിച്ചുള്ളൂ എന്നിങ്ങനെ ശങ്കരനാരായണൻ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ വേദയാണെങ്കിൽ ഇങ്ങനെ ഒരു വിഷമിച്ച് നിൽക്കുന്ന വിക്രത്തിൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, വിക്രം എൻ്റെ ഫാമിലിയെ കുറിച്ചിട്ട് വിക്രമിനെ നന്നായിട്ട് അറിയാമല്ലോ, വിക്രം ചെയ്തത് എന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ്, വിശന്നിരുന്ന ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുത്തതല്ലേ, അതൊന്നും അവർ പറയുന്നതൊന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാട്ടോ. അപ്പോൾ വേദ പറയുന്നത് ഏയ് എനിക്ക് അങ്ങനെയൊന്നും പ്രശ്നമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ റൂമിലെല്ലാവരും കൂടി ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അവരുടെ റൂമിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രമാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ അച്ഛനുണ്ടല്ലോ ഒരു ജ്യൂസൊക്കെ വാങ്ങിയിട്ട് ഉള്ളിലേക്ക് കയറി പോയിട്ട് ഇങ്ങനെ നിർബന്ധപൂർവ്വം കുട്ടിയോട് കുടിക്കുന്ന ഇങ്ങനെ പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. കുട്ടിയാണെങ്കിൽ ഭയങ്കര കരച്ചിലുമാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഏയ് എന്തോ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത്, അവരുടെ കയ്യിലാണെങ്കിൽ പൈസ ഇല്ലെന്നും പറഞ്ഞു, തന്നെയല്ല അവർ ഫാമിലി ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, അങ്ങനെ ഫാമിലി ആയിട്ട് ആണെങ്കിൽ തന്നെ അവരുടെ കയ്യിൽ ഒരു ലഗേജോ ഒരു ബാഗോ ഒന്നും ഞാൻ കണ്ടില്ല എന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രമാണെങ്കിൽ വേദയോടായിട്ട് പറയുന്നുണ്ട്, വേദ എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്, ആ കുട്ടി നന്നായിട്ട് വിശന്നിട്ടാണ് നിന്നത്, എന്നാൽ ആ കുട്ടി ഇപ്പോൾ ജ്യൂസ് വാങ്ങി കൊടുത്തിട്ടും വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് കരയുന്നതെന്ന് പറഞ്ഞിട്ട് വിക്രമാണെങ്കിൽ
വേദയെ കൂട്ടിയിട്ട് അവരുടെ റൂമിൻ്റെ വാതിക്കൽ ഇങ്ങനെ പോയി നിൽക്കുക കേട്ടോ. ഈ സമയം ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ വേദ, എന്താ ഇവിടെ? ഇനിയും നാണം കെട്ടിട്ട് മതിയായില്ലേ ഇവൻ കാരണം? അല്ലെങ്കിലും നാട്ടിൽ തന്നെ ഭയങ്കര നാണം കെട്ടിട്ടാണ് നടക്കുന്നത്. ഇനി ഇതോടായി കഴിയുമ്പോൾ മനുഷ്യന് ഓരോ തലവേദന ഉണ്ടാക്കാനായിട്ട് ഓരോന്നുകൾ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് വിക്രമിനെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. എന്നാൽ വേദയും പറയുന്നുണ്ട്, വിക്രം വേണ്ട വിക്രം, അവരുടെ ഫാമിലി പ്രോബ്ലത്തിലൊന്നും നമുക്ക് ഇടപെടണ്ട വാന്ന് പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, ഏയ് അല്ല വേദ, ഇതിൽ എന്തൊക്കെയോ സംതിങ് റോങ് ആണെന്ന് പറഞ്ഞിട്ട് വിക്രം അവരുടെ കഥകങ്ങ തള്ളി തുറക്കുകയാണ് കേട്ടോ. ഈ സമയം ആ കുട്ടി പെട്ടെന്ന് അങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഓടി നമ്മുടെ വിക്രമിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതെ അങ്കിൾ, ഞങ്ങൾ 3 പേരും വിഷം കുടിച്ച് മരിക്കാൻ പോവാണെന്നാ ഈ അച്ഛനും അമ്മയും പറയുന്നത്. എനിക്ക് വേണ്ട അങ്കിൾ, എനിക്ക് മരിക്കേണ്ട അങ്കിൾ എന്നൊക്കെ ആ കുട്ടി ഇങ്ങനെ വിക്രമിനോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വിക്രം എന്താ എന്താ നിങ്ങൾ ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഞങ്ങൾ എന്ത് കാണിച്ചാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഈ ലോകം ഞങ്ങളെ ഒന്നും ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതല്ല, അർഹതപ്പെട്ടതല്ല. ഈ ലോകം ഞങ്ങളെ ജീവിക്കാൻ തന്നെ അനുവദിക്കുന്നില്ല, ഇനി മരിക്കാനും കൂടി അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിക്രമിനെ പിടിച്ച് തള്ളി പുറത്തേക്ക് അങ്ങ് ഇടുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ വിക്രമാണെങ്കിൽ പെട്ടെന്ന് തന്നെ അയാളെ അടിക്കാനായിട്ട് ഇങ്ങനെ കൈ ഓങ്ങുന്നുണ്ട്. അപ്പോഴേക്കും വേദ വിക്രം എന്ന് വിളിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് വിക്രമിനെ ഇങ്ങനെ പിടിച്ച് മാറ്റുകയാണ് കേട്ടോ. അപ്പോഴേക്കും അയാൾ ഇച്ചിരി ഒന്ന് കൂളാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വിക്രമാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ചേട്ടാ നിങ്ങളൊന്ന് ആദ്യം കൂളാവുക, എന്നിട്ട് എന്താ പ്രശ്നം എന്ന് പറ. ഈ ലോകത്ത് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഇല്ല എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിനകത്ത് ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ആരെയും ഇപ്പോൾ വിശ്വാസമില്ല, ഞങ്ങളെ ആർക്കും വേണ്ട, പിന്നെ എന്തിനാണ് ഞങ്ങൾക്ക് ജീവിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അയാൾ വീണ്ടും ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിക്രമാണെങ്കിൽ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ എത്രയൊക്കെ നിർബന്ധിച്ചിട്ടും അയാൾ പറയാൻ കൂട്ടാക്കുന്നില്ല. എന്നാൽ ആ സ്ത്രീ ആണെങ്കിൽ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾക്ക് തന്നെ മരിക്കാനായിട്ട് പേടിയാണ്, ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ മോക്ക് ആരാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം ചോദിക്കുന്നുണ്ട്, അതിനുവേണ്ടി എന്ത് പ്രശ്നമാണ് നിങ്ങൾക്കുള്ളത്? എന്നോട് പറ, നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഇല്ലെന്നിങ്ങനെ വിക്രം പറയാണ് കേട്ടോ. അപ്പോഴേക്കും അയാളിങ്ങനെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അങ്ങനെ അയാൾ പറഞ്ഞു തുടങ്ങുന്നുണ്ട്, ഞങ്ങളുടെ മോക്ക് പെട്ടെന്നൊരു സർജറി വേണ്ടി വന്നു. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഒന്നും ഉണ്ടായിരുന്നില്ല. മൊബൈൽ ആപ്പിൽ നിന്ന് ഞങ്ങളൊരു 50,000 രൂപ എടുത്തിരുന്നു. എന്നാൽ 50,000-ൻ്റെ മേളിൽ ഒരു 3 ലക്ഷം രൂപയോളം ഞങ്ങൾ പലിശ സഹിതം അടിച്ചു. എന്നാൽ അതെല്ലാം പലിശയാണ്, ഇനിയും പൈസ വേണമെന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങളെ ഭയങ്കരമായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് അയാൾ പൊട്ടിക്കറിയാണ് കേട്ടോ. അപ്പോൾ ആ സ്ത്രീ വീണ്ടും പറയുന്നുണ്ട്, അതെ സാർ, ഞങ്ങൾ അടയ്ക്കാവുന്നിടത്തോളം അടച്ചു കഴിഞ്ഞു, വിറ്റും പെറുക്കിയും. ഇനി ഞങ്ങളുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല, അത്രത്തോളം അടച്ചു. ഇപ്പോൾ ഞങ്ങൾക്ക് അടയ്ക്കാൻ വയ്യാത്ത അവസ്ഥയായപ്പോൾ അവർ പല രീതിയിലാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. ഞങ്ങളുടെ ഫോണിൽ നിന്ന് കോണ്ടാക്ട്സുകളും എല്ലാം അവർ എടുത്തിട്ട് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ മോർഫ് ചെയ്തിട്ട് ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ അയച്ചു കൊടുക്കുകയാണ്. അവസാനമായിട്ട് എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ കരയാണ് കേട്ടോ. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, അതെ സാർ, ഇവളുടെ ഫോട്ടോ എടുത്തിട്ട് മോർഫ് ചെയ്ത് വൃത്തികെട്ട രീതിയിലേക്ക് ആക്കിയിട്ട് ഇവളുടെ അച്ഛന് വരെയാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്കിനി മരിക്കുകയല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് അയാളിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വേദ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായാൽ നമുക്കിവിടെ നാട്ടിൽ പോലീസും കേസ് നീതിയും ന്യായമൊക്കെ ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും എന്തിനാ മേഡം അങ്ങനെ പറയുന്നത്? ഞങ്ങൾ പോലീസിൽ പോലും അവരുടെ ആളുകളാണുള്ളത്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈൻറ്റ് കൊടുക്കാൻ ചെന്നപ്പോൾ പോലീസുകാരും പറയുന്നത്, ഇങ്ങനെ പൈസ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടുണ്ടെങ്കിലേ ഇതിലപ്പുറവും സഹിക്കേണ്ടി വരും, അവർ ചോദിക്കുന്ന പൈസ അങ്ങ് കൊടുത്തേക്കെന്നാണ്. ഇനി ഞങ്ങളുടെ കൊടുക്കാൻ ഞങ്ങൾ 3 പേരും അല്ല, ഞങ്ങളുടെ ജീവനല്ലാതെ മറ്റൊന്നുമില്ല സാർ. ഒരു കാര്യം ചെയ്യണം, ഞങ്ങളെ മരിക്കാനെങ്കിലും ഒന്ന് വിടുമെന്ന് പറഞ്ഞിട്ട് അയാളിങ്ങനെ പൊട്ടി കരയാണ്. വിക്രമിൻ്റെ കാലിൽ വീണിട്ട് കരയാണ് കേട്ടോ. എന്നാൽ വിക്രമാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിക്രം ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. അയാളുടെ കണ്ണീരൊക്കെ കണ്ടിട്ട് നമ്മുടെ വിക്രമിന് ഒരുപാട് വിഷമമാവുന്നുണ്ട് കേട്ടോ. എന്നാൽ വേദ പറയുന്നുണ്ട്, നിങ്ങൾ പോലീസ് മാത്രമല്ലല്ലോ, ഈ വീട്ടിൽ കോർട്ടും ഈ നാട്ടിൽ കോർട്ടും ജഡ്ജും ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞങ്ങൾ എവിടേക്കും ഇല്ല സാർ, ഞങ്ങളെ വെറുതെ വിട്ടേരെന്ന് പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, ഇവളുടെ അച്ഛനൊരു
ജഡ്ജാണ്. എന്തായാലും അവിടെ നിന്ന് നിങ്ങൾക്ക് നീതി ലഭിക്കാതെ ഇരിക്കില്ല. അപ്പുറത്തെ റൂമിലുണ്ട് അദ്ദേഹം. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞിട്ട് അവർ നിർബന്ധിച്ച് അവരെ അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. ശരി സാർ, എന്തായാലും മരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വന്നതല്ലേ, ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അവർ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ ശങ്കരനാരായണൻ്റെ അടുത്ത് ചെന്നിട്ട് വേദയാണെങ്കിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശങ്കരനാരായണൻ അതെല്ലാം വീഡിയോയിൽ റെക്കോർഡൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു എന്ന് പറഞ്ഞിരുന്നല്ലോ, അവിടുത്തെ പോലീസ് ഓഫീസേഴ്സിനെയൊക്കെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ വരുമ്പോഴേക്കും ഇവരെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവരെ അറിയില്ല, അങ്ങനെ ഒരു കേസ് ഇല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശങ്കരനാരായണൻ നന്നായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. 24 hours എന്തായാലും നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും എനിക്ക് കിട്ടണം, അവരെ ഉടനെ അറസ്റ്റ് ചെയ്തിരിക്കണമെന്നും പറഞ്ഞിട്ട് ശങ്കരനാരായണൻ അവിടെ നിന്ന് ഓർഡർ ഇടുകയാണ് കേട്ടോ. അങ്ങനെ പോലീസുകാരെല്ലാം പോകാൻ നോക്കുന്ന സമയത്തിട്ട് പറയുന്നുണ്ട്, ഇനി ഇവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ നിങ്ങളുടെ ജോലി തന്നെ പോകുന്നിങ്ങനെ ശങ്കരനാരായണൻ ലാസ്റ്റ് വാർണിംഗും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവർ പറയുന്നുണ്ട്, ഇല്ല സർ, ഞങ്ങൾക്കിനി ഞങ്ങളുടെ നാട്ടിലേക്ക് ഉടനെ എങ്ങും പോകാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വിക്രമാണെങ്കിൽ വിക്രമിൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് അയാളുടെ ക്വാളിഫിക്കേഷനൊക്കെ ചോദിച്ചിട്ട് ഒരു കമ്പനിയിൽ അവരുടെ നാട്ടിൽ നിന്ന് മാറിയാണ് കേട്ടോ. കമ്പനിയിൽ ഒരു ജോലി സെറ്റാക്കി അവർക്കിപ്പോൾ കയ്യിൽ ക്യാഷൊന്നും ഇല്ലല്ലോ. അങ്ങനെ വിക്രമാണെങ്കിൽ കുറേ പൈസയൊക്കെ കൊടുത്തിട്ട് അവർക്ക് ആ കൂട്ടുകാരൻ്റെ കോണ്ടാക്ട്സ് ഒക്കെ കൊടുത്തിട്ടാണ് അവരവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അങ്ങനെ വിക്രമിൻ്റെ ഈ ഒരു നല്ല മനസ്സും അവരെ സഹായിച്ചതും ഒക്കെ കണ്ടിട്ട് ഈ ഒരു ബ്രില്യൻസ് ഒക്കെ കണ്ടിട്ട് ശങ്കരനാരായണന് വിക്രമിനോട് ഒരുപാട് ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ വിക്രമൊക്കെ ഒരു റൂമിലാണല്ലോ ജെൻസ് എല്ലാം. അപ്പോൾ ശങ്കരനാരായണനാണെങ്കിൽ ലാപ്ടോപ്പിൽ ഓരോന്നൊക്കെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ ഫോണിൽ തന്നെയാണ് കേട്ടോ. വിക്രമാണെങ്കിൽ ആ റൂമിലിരുന്ന് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നുണ്ട്. അങ്ങനെ വേദിയും മുത്തശ്ശി അമ്മയും വർഷയൊക്കെ ഉള്ള റൂമിലേക്ക് വിക്രം ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറേ നേരം സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം വിക്രം പതിയെ പുറത്തു പോയിട്ട് കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങിയിട്ട് ആരും കാണാതെ കയ്യിൽ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അപ്പുറത്ത് ആ ഫാമിലി വെക്കേറ്റ് ചെയ്ത ഒരു റൂമും കൂടി ഇപ്പോൾ ഒഴിവായിട്ടുണ്ടല്ലോ. അപ്പോൾ എന്നിട്ട് വിക്രം ഒന്നും അറിയാത്ത രീതിയിൽ അവിടെ ചെന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ വേദയെ കൂട്ടിയിട്ട് വിക്രമിന് ആ റൂമിലേക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് പറയുന്നുണ്ട്, അപ്പുറത്ത് ആ റൂം ഇപ്പോൾ വെക്കേറ്റ് ആയതുകൊണ്ട് ഫ്രീ ആണ്, ഇവിടെ എല്ലാവർക്കും കൂടി ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പുറത്തെ റൂമിൽ ആർക്കെങ്കിലുമൊക്കെ കിടക്കാമെന്ന് ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, സാരമില്ല മോനെ, ഇന്നൊരു രാത്രി കൂടിയല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ അതിനായിട്ട് റൂം എടുക്കണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ കിടന്നോളാം എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോഴേക്കും വേദയാണെങ്കിൽ വിക്രമിനെ നോക്കിയിട്ട് ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേദ പറയുന്നുണ്ട്, ചെല്ലു വിക്രം, ഇപ്പോൾ സമയം ഒരുപാടായില്ലേ, പോയി കിടന്ന് ഉറങ്ങുന്നു ഇങ്ങനെ പറയാം കേട്ടോ. അങ്ങനെ വിക്രമാണെങ്കിൽ ഇങ്ങനെ പരുമി അവിടെ ഇരിക്കുകയാണ്. എന്നാൽ ഈ സമയം പെട്ടെന്ന് തന്നെ കരണ്ട് പോവാണ് കേട്ടോ. കറണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ വിക്രമാണെങ്കിൽ അടുത്ത് വേദയാണ് ഇരിക്കുന്നതെന്ന് കരുതിയിട്ട് ഇങ്ങനെ തലയിൽ മുല്ലപ്പൂവൊക്കെ വെച്ച് കൊടുത്തിട്ട് ചെവിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പുറത്തെ റൂമിൽ ഫ്രീ ആണ്, ഞാൻ അങ്ങോട്ടേക്ക് നീ എന്തായാലും വരണം, നിൻ്റെ തലയിൽ മുല്ലപ്പൂ വെച്ച് കുത്തി കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഞാനവിടെ വെയിറ്റ് ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് മുല്ലപ്പൂവൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് വരികയാണ് കേട്ടോ. കറണ്ട് വരുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര ചിരിയാണ്. അപ്പോഴാണ് നമ്മുടെ വിക്രം ശ്രദ്ധിക്കുന്നത് വേദയെല്ലാം എടുത്തിരുന്നത് മുത്തശ്ശിയാണെന്നുള്ള കാര്യം കേട്ടോ. അങ്ങനെ വേദയുടെ തലയിൽ മുല്ലപ്പ് വെക്കുന്നതിന് പകരം നമ്മുടെ മുത്തശ്ശിയുടെ തലയിലാണ് വിക്രം മുല്ലപ്പ് കുത്തി കൊടുക്കുന്നത്. അങ്ങനെ വർഷയ്ക്കാണെങ്കിലും ഭയങ്കരമായിട്ട് കളിയൊക്കെ ചിരിക്കുന്നുണ്ട്. അന്നങ്ങനെ ഭയങ്കരമായിട്ട് ചമ്മി പോവാണ് കേട്ടോ നമ്മുടെ വിക്രം. എന്നാൽ ഈ സമയം നമ്മുടെ വേദയാണെങ്കിൽ ആകെ ചമ്മി നാണം കെട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, അതെ വേദ, നീ ഇരിക്കുന്നിടത്ത് നിന്ന് ഒന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോകണ്ടേ, ഇല്ലെങ്കിൽ പിന്നെ ഇതല്ല ഇതിലപ്പുറം സംഭവിക്കുമെന്ന് ഇങ്ങനെ പറയാം കേട്ടോ. എന്നിട്ട് അമ്മയൊക്കെ കൂടി പറയുന്നുണ്ട്, അതെ വേദമോള് പെട്ടെന്ന് തന്നെ അപ്പുറത്തെ റൂമിലേക്ക് പോക്കോ, ഇനിയിപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇതിലപ്പുറം ഇപ്പോൾ ഇവിടെ പലതും സംഭവിക്കുമെന്ന് ഇങ്ങനെ പറയാം കേട്ടോ. എല്ലാവരും വിക്രമിനെ കളിയാക്കി ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്. അങ്ങനെ വേദ അവിടെ നിന്ന് വിക്രമിനെയും കൊണ്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങാണ് കേട്ടോ. എന്നിട്ട് എന്താ വിക്രം, നീ എന്താ ഈ കാണിക്കുന്നത്, എന്നെ നാണം കെടുത്തിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാട്ടോ. അപ്പോഴേക്കും വിക്രം അപ്പുറത്തെ റൂമിലേക്കാണ് അവർ പോകുന്നത്. നിന്റെ കാല് വേദനിക്കുന്നു എന്നാണോ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദ ഇങ്ങനെ പിടിച്ചിരുത്തിയിട്ട് കാലൊക്കെ ഇങ്ങനെ അമുക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് എനിക്ക് കാലിന് വേദനയൊന്നുമില്ല, നീ എന്താ ഈ കാണിക്കുന്നത്, ഞാൻ ഇനി എങ്ങനെ വർഷയുടെയൊക്കെ മുഖത്ത് നോക്കുമെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ.
അങ്ങനെ നമ്മുടെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഈ സമയം എല്ലാം വിക്രമാണെങ്കിൽ വേദയുടെ കാലൊക്കെ ഇങ്ങനെ, നിനക്ക് എന്താ കാലിന് വേദന ഉണ്ടല്ലേ, ഞാൻ മസാജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് വേദയുടെ കാലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്യാണ് കേട്ടോ. ഇത് കണ്ടിട്ട് വിക്രമിനെ നോക്കിയിട്ട് വേദ പറയുന്നുണ്ട്, നീ ആരാ എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ. എന്താടി, ഞാൻ നിന്റെ ഭർത്താവ്, എന്നിട്ടിപ്പോൾ നീ എന്നോട് ചോദിക്കുകയാണോ നീ ആരാണെന്ന് പറയുമ്പോഴേക്കും, അല്ല നീ എനിക്ക് വേണ്ടിയിട്ട് ദൈവം കണ്ടുപിടിച്ച് വെച്ചിരുന്ന ആൾ തന്നെയാണ്, അല്ലെങ്കിൽ നിന്നെ പോലെ ഒരു ഭർത്താവിനെ എനിക്ക് ഒരിക്കലും കിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് വിക്രമിനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് വിക്രം പറയുന്നുണ്ട്, നിനക്ക് കിട്ടില്ലായിരിക്കാം, പക്ഷേ എനിക്ക് നിന്നെ പോലെ എന്നല്ല, നിന്നോട് തുല്യമായിട്ടുള്ള ഒരു പെണ്ണിനെ പോലും എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ലായിരുന്നു എന്നിങ്ങനെ വിക്രം പറയാണ് കേട്ടോ. ഏയ് അങ്ങനെയൊന്നുമല്ല വിക്രം, നീ നല്ല മനുഷ്യനാണ് എന്നൊക്കെ വേദ ഇങ്ങനെ പറയാണ്. അല്ലെങ്കിൽ നീ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും മാറിയില്ലേ, ഇല്ലെങ്കിൽ നീ അന്നേരം നടന്ന ആ സംഭവത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന സമയത്ത്, അവർ പറഞ്ഞ സമയത്ത് ആ ക്യാഷ് കൊടുത്തവരെ നീ ആ സമയത്ത് പോയി ഡയറക്റ്റായിട്ട് തല്ലുകയല്ലേ ചെയ്തിരുന്നത് എന്നാൽ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ വാങ്ങിക്കൊടുത്തില്ലേ, അപ്പോൾ തന്നെ നിന്റെ ക്യാരക്ടർ ചേഞ്ച് ആയി എന്ന് എനിക്ക് മനസ്സിലായി വിക്രം എന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ വിക്രമിനെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം അവരുടെ കുറേ റൊമാൻറ്റിക് സീനുകളൊക്കെയാണ്. വിക്രമാണെങ്കിൽ വേദയോട് പറയുന്നുണ്ട്, വേദ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നുണ്ട്. അങ്ങനെ വേദ പറയുന്നുണ്ട്, അതെ നീ ഇനിയിപ്പോൾ എനിക്ക് സത്യം ചെയ്യണം വിക്രം, എൻ്റെ മനസ്സിൽ വല്ലാതെ പേടിയാവുന്നു, എനിക്കിനി നീ ഇല്ലാതെ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല വിക്രം, അത്രത്തോളം നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നും പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, നീ എന്താടി പറയുന്നത്, നീ ഇല്ലാതെ എനിക്ക് ഒരു ജീവിതം എന്നല്ല ഒരു സെക്കൻഡ് പോലും നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് വേദയെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രമിൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, നീ എനിക്ക് സത്യം ചെയ്യും, ഇനി ഒരിക്കലും ഒരടിപിടിക്കും പോയില്ല എന്ന സത്യം ചെയ്യുന്നിങ്ങനെ വേദ പറയാണ് കേട്ടോ. അപ്പോഴേക്ക് വിക്രം പറയുന്നുണ്ട്, ഈ സമയത്ത് തന്നെ നിനക്ക് സത്യം ചെയ്യണം. ആ വിക്രം നീ സത്യം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വേദ ഇങ്ങനെ ഭയങ്കര സെൻറ്റി ആവുകയാണ് കേട്ടോ. അങ്ങനെ വിക്രം പറയുന്നുണ്ട്, ഞാൻ നിനക്ക് കാല് വേദനിക്കുന്നു എന്നല്ലേ പറഞ്ഞ്, നീ അവിടെ ഇരി, ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, ഞാൻ കാല് തിരുമ്മി തരാമെന്ന് പറഞ്ഞിട്ട് കാലിങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദ പറയുന്നുണ്ട്, ഏയ് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും എൻ്റെ കാലിന് വേദനയൊക്കെ പൊക്കോളും, വിക്രം കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയാം കേട്ടോ. അങ്ങനെ ഇല്ല എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദയുടെ കുടുംബക്കാരെക്കുറിച്ചൊക്കെ ഇങ്ങനെ വിക്രം പറയുകയാണ് കേട്ടോ. ഞാൻ ഓർത്തു അവരൊക്കെ ഭയങ്കര റൂഡായിരിക്കുമെന്ന്, എന്നാൽ അവരുമായിട്ട് അടുത്തപ്പോഴാണ് മനസ്സിലായത് നിൻ്റെ അച്ഛനുണ്ടല്ലോ നല്ല പച്ച മനുഷ്യനാണ്, അത്രയും മര്യാദയും സത്യസന്ധനുമായ ഒരച്ഛനാണ് നിൻ്റെത്, എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തായാലും അവർ ചെയ്യുന്ന ജോലിയുടെയും അവരുടെ ഒരു വളർന്നു വന്ന സാഹചര്യമൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അവരങ്ങനെ. എന്തായാലും ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്താടി മിണ്ടാത്തതെന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് വേദയെ നോക്കുമ്പോൾ വേദ നല്ല ഉറക്കമായിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന വേദയെ പുതപ്പൊക്കെ പൊതിപ്പിച്ചിട്ട് ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ ഉറങ്ങാനായിട്ട് പോവാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബാക്കി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.